ഭരതനാട്യത്തിൽ നമ്മളൊന്ന് ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ട്വിൻസ് ആണ് ആ സിനിമയുടെ കോൺഫ്ലിക്റ്റ്. സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി വെച്ചതാ. സർപ്രൈസ് ആവാനായിട്ട് ആരും വന്നില്ല ഇതിന് തിയേറ്ററിൽ. മോഹിനിയാട്ടം കണ്ടു കഴിഞ്ഞാൽ ഭരതൻ നായർ ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട് എന്നൊരു, പക്ഷേ മരിച്ചു പോവുകയും ചെയ്തു. നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല സെക്കൻഡ് പാർട്ടിലോട്ടേക്ക്. ഹീറോയിനെ തന്നെ എടുത്തങ്ങ് മാറ്റാം. ക്രൈം നടക്കുന്നിടത്ത് പുള്ളി ഇത് അറിഞ്ഞിട്ട് പോലും ഇല്ല. ബാക്കി വീട്ടിലെ ആൾക്കാരെ കൂടെ ചേർന്നിട്ടാണ് ആളെ തട്ടിയിട്ടുള്ളത്. എന്നിട്ട് ഹീറോ ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ചിരി ഉണ്ടാവില്ല. ദൃശ്യം സ്പൂഫ് ചെയ്യുക എന്നുള്ളതല്ലായിരുന്നു ഇതിൻ്റെ ഇനീഷ്യൽ തോട്ട്. ഈ സീൻ എത്തിയ സമയത്താണ് ഓക്കെ ഈ അഭിപ്രായങ്ങൾ കാണാൻ തുടങ്ങിയ ഒരു പേടിയുണ്ടായിരുന്നു. കാരണം സുരാജേട്ടൻ അഴിഞ്ഞാട്ടം സ്റ്റാർട്ട് സുരാജേട്ടൻ്റെ എക്സ്പെക്ട് ചെയ്ത് വരുമ്പോൾ ദൈവമേ സുരാജേട്ടൻ 40 മിനിറ്റ് കഴിഞ്ഞ് ആക്കി കയറുന്നുള്ളത് നമുക്കെല്ലാം അറിയുള്ളൂ. ഇപ്പോൾ ഏഴമറലാണെന്നുണ്ടെങ്കിലും അവനെ നോക്കി കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ അതിനേക്കാൾ വലിയ ആളായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സുഭാഷിന്റെ, അതായത് അഭിരാം സീനിയർ സുഭാഷിന്റെ വലിപ്പം കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇതായിരുന്നു ബെസ്റ്റ്. ചേച്ചിയുടെ ഫേസ് കാണുമ്പോൾ അത് ഉർവശി ചേച്ചിയാണോ കൽപ്പന ചേച്ചിയാണോ എന്നുള്ളത്, ഐ മീൻ അവർ രണ്ടുപേരുടെയും ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ചില നേരത്തേക്ക് തോന്നുന്നത് കറക്റ്റ് ഉർവശി ചേച്ചിയുടെ പോലെയാണ്, ചിലത് കറക്റ്റ് കൽപ്പന ചേച്ചിയുടെ പോലെ തോന്നുന്നു. ആടും ആഫ്റ്റർ തിയേറ്ററിക്കൽ റിലീസ് അത് സക്സസ്, ഐ മീൻ ഓഡിയൻസിൽ ജനങ്ങളുടെ ഉള്ളിലോട്ട് എത്തി ഭയങ്കര ആഘോഷിച്ച സിനിമയാണ്. നമ്മുടെയും OTT ആളുകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട സിനിമ. പക്ഷേ ഒരു ഫാൻ ബേസ് ഉള്ള സിനിമ എന്ന് പറയുന്നതും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുന്നത് രണ്ടാണ്. നിങ്ങളുടെ തട്ടത്തി മറിയത്ത് ഇവിടെ ശിവകാർത്തിക എന്നുള്ള ആങ്കർ അഭിനയിക്കാൻ റീമേക്ക് ചെയ്യാൻ പോകുന്നത്, അത് സംഭവിച്ചിട്ടില്ല ആ സിനിമ. ഞാൻ ഞങ്ങളെ ഇമ്പോൾ ചെയ്തവിടെ ഇവനേതാണെന്നുള്ള ഇതിൽ നമ്മൾ നോക്കിയിട്ടായിരുന്നു. വിശ്വാസത്തിൻ്റെ പുറത്ത് ജനങ്ങളെ മുതലെടുക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ നാട്ടിലുണ്ട്. മോഹിനിയാട്ടത്തിൻ്റെ സംവിധായകൻ കൃഷ്ണദാസ് മുരളിയാണ് ഇന്ന് റിപ്പോർട്ട് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. സിനിമ വലിയൊരു ഹിറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആദ്യ ദിവസം തൊട്ട് തന്നെ പ്രേക്ഷകരെല്ലാം സിനിമ ഏറ്റെടുത്തു. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഡാർക്ക് ഹ്യൂമർ സ്പേസ് എന്ന് പറയുന്നത് മലയാളത്തിൽ അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ ആണല്ലോ. ഇപ്പം ചുരുക്കം ചില സിനിമകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓടും കുതിര ചാടും കുതിര, അല്ലെങ്കിൽ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്, ED, കനകം കാമിനി കലം പോലുള്ള സിനിമകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതെല്ലാം ഒരു സർട്ടൈൻ സെക്ഷൻ ഓഫ് ഓഡിയൻസിന് മാത്രം ഇഷ്ടപ്പെടുന്ന പടങ്ങളാണ്. ഒരു ഭൂരിഭാഗം പേർക്കും വർക്കാവാത്ത പടങ്ങളാണ്. എന്നാൽ ആ സിനിമകൾക്ക് ഒരു ഓഡിയൻസ് ഉണ്ട് താനും. പക്ഷേ മോഹിനിയാട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു മെജോറിറ്റി ഓഫ് ഓഡിയൻസ് ഇതിനെ അങ്ങ് ഏറ്റെടുക്കുകയാണ്. ഫാമിലി ഓഡിയൻസ് അടക്കം ഏറ്റെടുക്കുകയാണ്. എല്ലാ തരം പ്രേക്ഷകർ ഇതിനെ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയാണ്. അപ്പം ഒരു ഡാർക്ക് ഹ്യൂമർ സ്പേസിലേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ജോണർ തന്നെ മുൻപേ വന്നിട്ടുള്ള സിനിമകളെ റെഫർ ചെയ്തിരുന്നോ, അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും കാര്യങ്ങളെ അതിൻ്റെ ഒരു വിജയപരാജയങ്ങളെ അനാലിസ് ചെയ്തിരുന്നോ? ഇല്ല, മുൻപേ വന്ന സിനിമകൾ നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഭരതനാട്യത്തിൽ നിന്നും മാറി എന്ത് ചെയ്യാം എന്നുള്ളതും കുറേ കൂടി ഒരു തിയേറ്റർ പരിപാടിയാക്കുക എന്നുള്ളതും, അല്ലെങ്കിൽ ഒരു ഫുൾ ഓഡിയൻസിനെ ഒരുമിച്ച് ചിരിപ്പിക്കുക എന്നുള്ളൊരു പരിപാടിക്കൊക്കെ എന്തായിരിക്കും നമുക്ക്, ഐ മീൻ പുതിയതായിട്ട് എന്തെങ്കിലും കിട്ടണം ആളുകൾക്ക് എന്നുള്ളതുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ച അല്ലാതെ, ഐ മീൻ തമാശകളുടെ കാര്യത്തിലുണ്ട്. അപ്പോൾ ഭരതനാട്യത്തിലും ഉണ്ടായിരുന്നു ഹ്യൂമറും കാര്യങ്ങളൊക്കെ. പക്ഷെ അത് വിട്ട് കുറച്ചുകൂടി ഒന്ന് സ്കെയിലപ്പ് ചെയ്യണം. ഈ ഫാമിലി ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ളൊരു തോട്ടും പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആദ്യം മനസ്സിൽ വന്നിരുന്നത് ഒരു ഹൈഡിങ് പരിപാടി എന്നുള്ളത് ഭരതനാട്യത്തിലുള്ളതാണ്. അതിലെ ട്വിൻസിനാണ് ഹൈഡ് ചെയ്യുന്നത്. ഇതിലെ ഇപ്പോൾ ഒരു ഡെഡ് ബോഡിയാണ് അവർ ഹൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഡെഡ് ബോഡി എത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾ വലുതാവും. അപ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന തമാശകൾ വലുതാവും എന്നുള്ളത് കൊണ്ട് അപ്പം പിന്നെ സ്വാഭാവികമായിട്ട് ഡാർക്ക് ഹ്യൂമറിലോട്ടേക്കാണല്ലോ വരിക. അപ്പോൾ ആ ഒരു ഡെഡ് ബോഡി ഹൈഡ് ചെയ്യുക എന്നുള്ള ചിന്തയിൽ നിന്നാണ് തുടങ്ങിയത്. പിന്നെ ജോണർ നമുക്ക് ഡാർക്ക് ഹ്യൂമറേ ചെയ്യാനായാലും പറ്റുള്ളൂ. അപ്പം അതെ തമാശ ആക്കണം എന്നുള്ളതുണ്ട്. സീരിയസ് ആവരുത്, സീരിയസ് ത്രില്ലർ ആവരുത് എന്നുള്ളതുണ്ട്. അപ്പോൾ അവിടെ ഒരു ഓപ്ഷൻ ഉള്ളത് നമുക്ക് ഡാർക്ക് ഹ്യൂമർ ആണ്. പിന്നെ ഡാർക്ക് ഹ്യൂമർ എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ജോണറാണ്. ഈ പറയുന്ന മുകുന്ദനുണ്ണി ആണെങ്കിലും ED ആണെങ്കിലും ഒക്കെ എനിക്ക് നല്ലപോലെ വർക്കായിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ ആ ഒരു പേടി ഉണ്ടായിരുന്നു. എഴുതുന്ന സമയത്ത് അതിനെക്കുറിച്ചൊന്നും നമ്മൾ ബോധർ ചെയ്യാൻ തന്നിട്ടില്ല. ഇതിലെന്താണ് നമുക്ക് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുക അത് ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് ആലോചിച്ച് നോക്കുമ്പോൾ ഓക്കെ, ഇവിടെ ഡാർക്ക് ഹ്യൂമർ പരിപാടിക്ക് ഒരു സെക്ഷൻ ഓഫ് ഓഡിയൻസ് ആണ് ഉള്ളത്. ബാക്കി എല്ലാവരും വരില്ല എന്നുള്ളൊരു പേടിയൊക്കെ നമുക്കും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരിലോട്ടും എത്തുന്ന ഇതൊരു ഫാമിലി പടം കൂടിയാണല്ലോ. അപ്പം അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. ഒരു ഫാമിലി ഡാർക്ക് ഹ്യൂമർ പടം ആയാൽ ആളുകൾ എത്തുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്തത്. അത് വർക്കൗട്ട് ആയത് സന്തോഷം. ഇപ്പോൾ ഈ സെക്കൻഡ് പാർട്ട് വരുന്ന സമയത്ത് നമ്മൾ ട്രെയിലർ ഇറങ്ങിയ ഒരു പോയിന്റ് തൊട്ട് നിങ്ങളത് ക്ലിയർ ഇൻറ്റൻഷൻ കൊടുക്കുകയാണല്ലോ. ഇതാണ് പടം, ഇതാണ് ഡാർക്ക് ഹ്യൂമർ ആണ്, ഇതൊക്കെയാണ് പടത്തിൽ വരാൻ പോകുന്നതെന്ന് ക്ലിയർ ആയിട്ട് പ്രേക്ഷകർക്ക് മനസ്സിലായി ഇൻറ്റൻഷൻ ക്ലിയർ ആക്കുകയാണല്ലോ. ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് ഇതിൻ്റെ ജോണർ ഒന്ന് ഒളിപ്പിച്ച് വെക്കാം, തിയേറ്ററിൽ എത്തിയിട്ട് ഇത് പ്രേക്ഷകർ സർപ്രൈസ് ആവട്ടെ, ഇതൊരു ഫാമിലി ഡ്രാമ ആയിട്ട് തന്നെ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരട്ടെ, ഈ ഡാർക്ക് ഹ്യൂമർ എന്നുള്ളത് തിയേറ്ററിൽ എത്തുമ്പോൾ മനസ്സിലാക്കട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒരു ആലോചിച്ചിരുന്നോ? ഇല്ല, ആദ്യമേ കൊടുക്കുക എന്നുള്ളത്. കാരണം നമ്മളിപ്പോൾ ഈവൻ ഒന്ന് മിസ്ലീഡ് ചെയ്യേണ്ട അനൗൺസ്മെന്റ് പോസ്റ്റർ തൊട്ട് നമ്മൾ ഇത് ഡാർക്ക് ഹ്യൂമർ ആണ്, നമ്മൾ മർഡർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെ കൃത്യമായിട്ട് നമ്മൾ ആ ഫസ്റ്റത്തെ അനൗൺസ്മെന്റ് പോസ്റ്റർ ഉണ്ടായിരുന്നു സിനിമയുടെ പൂജ എന്ന് പുറത്തു വിട്ടത്.
അതിൽ വരെ നമ്മളിപ്പോൾ ഇവരെല്ലാവരും സത്യം ചെയ്ത് നിൽക്കുന്നു, കയ്യിൽ ബ്ലഡ് ആയിട്ടുള്ള കാണിച്ചത്. കാരണം ഇതാണ് എന്നുള്ളത് ആദ്യമേ കിട്ടിക്കോട്ടെ. കാരണം ഭരതനാട്യത്തിൽ നമ്മളൊന്ന് ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ട്വിൻസാണ് ആ സിനിമയുടെ കോൺഫ്ലിക്റ്റ്, ട്വിൻസിനെ ഹൈഡ് ചെയ്യുന്നതാണ് എന്നുള്ളത് നമ്മൾ സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി വെച്ചതാ. സർപ്രൈസ് ആവാനായിട്ട് ആരും വന്നില്ല ഇതിനെ തിയേറ്ററിൽ. പിന്നീട് തോന്നിയത് അത് ട്രെയിലറിൽ വിട്ടാൽ മതി, ചിലപ്പോൾ ആരും ക്യൂരിയോസിറ്റിയുടെ പുറത്ത്. പിന്നെ ഞാനിവിടെ പറയുന്നുണ്ട് ഈ പേര് മിസ്ലീഡായി, അല്ലെങ്കിൽ അത് ഭരതനാട്യം എന്നുള്ള പേര്. അതെ, അതും ആളുകൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ സർപ്രൈസുകളൊന്നും വേണ്ട, നമുക്ക് ഹ്യൂമറിൽ പിടിക്കാം. ബാക്കി പിന്നെ മോഹിനി എന്നുള്ളൊരു ക്യാരക്ടർ നമ്മൾ ട്രെയിലറിൽ വിട്ടിട്ടുണ്ടായിരുന്നില്ല, അത് ഒരു സർപ്രൈസ് എലമെൻ്റ് ആയിട്ട് ഇരുന്നോട്ടെ. അത് മാത്രം നമുക്ക് സർപ്രൈസ് എലമെൻ്റ് ആയിട്ട് വെച്ചിട്ട് ബാക്കി ജോണർ എന്താണോ അത് ക്ലിയർ ആയി കാണിക്കുക എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ തവണ പറ്റിയ പാളിച്ചെന്ന് കറക്റ്റ് ചെയ്തൊരു ഒരെണ്ണം കൂടിയാണത്. ഇപ്പം ഈ ഫാമിലിയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുള്ള പ്രേക്ഷകർക്ക് മനസ്സിലാവില്ല, ഈ ഫാമിലി ഇവർക്ക് ചെറിയ ഈ സായികുമാറിൻ്റെ ക്യാരക്ടർ ചെറിയ ഒളിപ്പിക്കുന്ന ക്യാരക്ടറാണ്, ഈ രണ്ട് ട്വിൻസിനെ ഒളിപ്പിക്കുന്നു. ഇവർ കംപ്ലീറ്റ്ലി അത്ര വെടിപ്പല്ല എന്ന് ചെറിയൊരു സൂചന നമ്മൾ ഭരതനാട്യത്തിൽ കൊടുക്കുന്നുണ്ട്. സെക്കൻഡിലേക്ക് വരുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്യുകയാണ്, ഇവർ അപകടകാരികളായ ഒരു ഫാമിലി മെമ്പേഴ്സാണ് എന്നുള്ളൊരു ഇൻറ്റൻഷൻ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം ഈ ഫസ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫസ്റ്റിൽ നമ്മൾ ചെറിയൊരു ഒരു സൂചന കൊടുക്കുന്നത് തന്നെയാണോ സെക്കൻഡിലേക്ക് ഈ കംപ്ലീറ്റ്ലി അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചത്? അല്ല, അങ്ങനെ ഇല്ല. ഫസ്റ്റ് നമ്മൾ കുറേയൊക്കെ ഒരു റിയാലിറ്റിയുടെ അടുത്ത് നിൽക്കുന്ന, കാരണം അത്തരം തോട്ട്സ് ഉള്ള നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ഫാമിലീസ് ഒരുപാട് ഉണ്ട്, ഇപ്പോഴും ഒരുപാടുണ്ട്. അപ്പോൾ അത് മാറി വരാൻ കുറേ സമയം എടുക്കുകയും ചെയ്യും. എപ്പോഴും നമ്മുടെ സന്തോഷം എന്നുള്ളതിനേക്കാളും നാട്ടുകാർ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവരതെല്ലാം ചെയ്യുന്നത്. ഈവൻ എല്ലാവർക്കും ഉള്ളിലുള്ളൊരു ഗ്രേ ഷെയ്ഡുകളുണ്ടല്ലോ, അതായത് കുടുംബത്തിനുള്ളിലാണെങ്കിൽ പോലും ഭരതനാട്യത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ജോലി പോയിട്ട് സരസ്വതമ്മയുടെ മകളും മരുമകനും വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ അവന് ജോലി കിട്ടി അവൻ സെറ്റിലാവണം എന്നുള്ളതിനേക്കാൾ ഇത് നാട്ടുകാർ അറിയണേക്കാൾ മുന്നേ, ജോലിയില്ലാതെ ഭാര്യ വീട്ടിൽ വന്ന് നിൽക്കുക എന്നുള്ളത് നാട്ടുകാർ അറിയുന്നതിനേക്കാൾ മുന്നേ ജോലിയാക്കുന്ന പറയുന്നത്, മനസ്സിലായി. അപ്പോൾ ആ നാണക്കേടൊക്കെയാണ് അവർ അവിടെ വായിക്കുന്നത്. അവരുടെ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ അവർക്ക് സെക്കൻഡറിയാണ്. അപ്പോൾ ഈ ഗ്രേ ഷെയ്ഡുകൾ പലരിലും നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതെന്താ വെച്ചാൽ അത് സാധാരണ മനുഷ്യരിലുള്ള കാര്യങ്ങൾ തന്നെയാണ്, അത്രേ അവിടെ ചെയ്തിട്ടുള്ളൂ. ഇവിടേക്ക് എത്തുമ്പോൾ പ്യുവർലി സിനിമാറ്റിക് ആണ്, ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പിന്നെ മോനോട്ടത്തിലോട്ട് എത്തുമ്പോൾ പ്യുവർലി സിനിമാറ്റിക് ആയിട്ട് തന്നെ നമ്മളിത് പിടിച്ചു പോയിട്ടുള്ളത്. ഭരതനാട്യത്തിൽ കുറേ കൂടിയും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ ഗ്രേ ഷെയ്ഡുകളായിരുന്നു. ഇത് പക്ക വില്ലന്മാരാണ്, ഇവരെന്ത് ചെയ്യുന്നതാണ് മൊത്തം അൺപ്രഡിക്റ്റബിൾ. അതെ. അപ്പോൾ ഇതിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് സിനിമയിൽ ഇല്ലാത്തൊരു ക്യാരക്ടറാണ്, അതായത് സായികുമാറായിട്ട് അവതരിപ്പിച്ച ഭരതൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം, ലൂസിഫറിനൊക്കെ ശേഷം, വർമ്മ സാറിന് ശേഷം ചെയ്ത ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടൻസ് വരുന്നൊരു ക്യാരക്ടറാണ്. അദ്ദേഹം സെക്കൻഡ് പാർട്ടിൽ സിനിമയിലില്ല, കംപ്ലീറ്റ് സിനിമയിലില്ല, പക്ഷേ ആ സിനിമയിലാകെ നിറഞ്ഞു നിൽക്കുന്നൊരു ക്യാരക്ടറാണ്. സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ പോലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറാണ് പെട്ടെന്ന് മനസ്സിലേക്ക് ആദ്യം വരുന്നൊരു കാര്യം. ഇയാൾ ഇത്ര ഉഡായിപ്പാണല്ലോ, ഇയാളുടെ പീക്ക് ടൈമിൽ എന്തൊക്കെയാണ് ചെയ്ത് വെച്ചേക്കുന്നത് എന്നുള്ളൊരു തോട്ട് പ്രേക്ഷകൻ വരുമല്ലോ. ഏതെങ്കിലും ഒരു പോയിന്റിൽ സായികുമാറിനെ സിനിമയിലേക്ക് കൊണ്ടുവരാനോ, മീൻസ് ഫ്ലാഷ് ബാക്കിലോ കൊണ്ടുവരാനോ അവതരിപ്പിക്കാനോ ഉള്ളൊരു ആലോചന ഉണ്ടായിരുന്നു. അത് ഇനീഷ്യൽ ഡ്രാഫ്റ്റുകളിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പിന്നീട് അത് മാറ്റിയതായിരുന്നു, ടു മച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട എന്നുള്ളതുകൊണ്ട് അത് മാറിയതായിരുന്നു. മുമ്പൊക്കെ ഉണ്ടായിരുന്നതാണ് സ്ക്രിപ്റ്റിൽ. പിന്നെ ഈ ഭരതനാട്യമാണ് ഫസ്റ്റ് പാർട്ട്, അത് ഭരതൻ്റെ നാട്യമാണ്. അപ്പോൾ അതിൻ്റെ സീക്വലിലോട്ട് വരുമ്പോൾ ആ പേര് മാത്രം അവിടെ വെച്ചിട്ട് അതിൻ്റെ ഭരതനാട്യം 2 എന്ന് പറഞ്ഞിട്ട് വേറെ പരിപാടിയിലോട്ട് പോവുക എന്നുള്ളത് നമുക്ക് പറ്റാത്തൊരു കാര്യം. കാരണം അത്രയും സായിച്ചേട്ടനെ കുറിച്ചും കുറേ റൈറ്റബിൾ വന്നിട്ട് സായിച്ചേട്ടനെ കുറിച്ച് ഒരുപാട് പേര് സംസാരിച്ചിട്ടുള്ള ആ ക്യാരക്ടറിനെ കുറിച്ച്. അപ്പോൾ ആളുകൾക്ക് മോഹിനിയാട്ടം കണ്ടു കഴിഞ്ഞാൽ ഭരതൻ നായർ ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട് എന്നൊരു, പക്ഷേ മരിച്ചു പോവുകയും ചെയ്തു. നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല സെക്കൻഡ് പാർട്ടിലോട്ടേക്ക്, മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ പിന്നെ അതിനൊരു ഭംഗി ഉണ്ടാവും. ഭരതൻ നായർ സ്ക്രീനിൽ വരുന്നതിനേക്കാൾ ഭംഗി ഭരതൻ നായർ സ്ക്രീനിൽ ഇല്ലാതെ തന്നെ പുള്ളിയുടെ പ്രസൻസാണ് പടത്തിനെ മൊത്തം. അങ്ങനെ കൊണ്ടുപോയാൽ അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവും തോന്നിയിരുന്നു. ഇപ്പം അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം പുള്ളിയെ കുറിച്ചുള്ള റൈറ്റപ്പോൾ ഇതുപോലൊരു ടൈപ്പിന് വേറെ എവിടെയും കണ്ടു കാണില്ല എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഓക്കെ ഭരതൻ നായരുണ്ട് അപ്പോൾ പടത്തിൽ, അത് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ അന്ധവിശ്വാസങ്ങളെ കളിയാക്കുന്നുണ്ട്, ഈ ദൈവങ്ങളെ, അമ്പലത്തിൻ്റെ ഒരു ആസ്പെക്റ്റുകൾ കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു സമൂഹത്തിലൊരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു തീം എടുത്ത് വയ്ക്കുമ്പോൾ അത് തിയേറ്ററിൽ ചിലപ്പോൾ പ്രേക്ഷകർ അത് ചിരിക്കും, അത് കൈയടിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇതൊരു ട്രിക്കി സ്പേസ് ആണല്ലോ, ഇത് ആരെങ്കിലും ട്രിഗർ ചെയ്യാം, അല്ലെങ്കിൽ ഇതൊരു ഇരുതല വാളെന്നുള്ള പോലെ എങ്ങാനും ഇതൊന്ന് പാളിപ്പോയാൽ ഇത് വലിയ പ്രശ്നത്തിലേക്ക് പോകാൻ സാധ്യത ഉള്ളൊരു തീമും കൂടെ ആണല്ലോ. അപ്പം എഴുതുന്ന സമയത്ത് ഇത് ആലോചിച്ചിരുന്നു ഏതെങ്കിലും? നമുക്ക് ഇല്ല, നമ്മളിതിലൊരു ഫേക്ക് സ്റ്റോറി ആണെന്ന് പറഞ്ഞിട്ടാണ് അത് കാണിക്കുന്നത്. ആളുകളെ ഇവർ ചതിക്കുന്ന പറ്റിക്കുന്നതാണ്. വിശ്വാസത്തിൻ്റെ പുറത്ത് ജനങ്ങളെ മുതലെടുക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ
നാട്ടിലുണ്ട്, എല്ലായിടത്തും. ഇപ്പോൾ കേരളത്തിൽ നിന്നല്ല, എവിടെ നോക്കിയാലുണ്ട്. ഇപ്പോൾ റീസെൻ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു VIP ജ്യോത്സ്യൻ കുറേ സ്ത്രീകളെങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത്. വിശ്വാസം ആളുകളെല്ലാവരും എല്ലാ ഡോറും ക്ലോസ് ചെയ്തിട്ട് ഒരാളുടെ അടുത്ത് വന്ന് നിൽക്കുന്നത്, എല്ലാം കഴിഞ്ഞെന്ന് കരുതി നിൽക്കുന്നത്, ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാരെ, ഒന്നും ഇല്ല ഇനി മുന്നിലെന്ന് വിചാരിച്ച് വന്ന് നിൽക്കുന്ന ആൾക്കാരെ പറ്റിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ആ ആളുകൾ അങ്ങനെ അതിന് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ, അതിനെ ഒരു സത്യ രീതിയിൽ കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതാക്കിയിട്ടുള്ളത്. അതല്ലാതെ നമ്മൾ വിശ്വാസമുള്ളവരെ വിശ്വാസികളെ നമ്മൾ ഇതാക്കുക എന്നുള്ളത് അതൊന്നുമല്ല. നമുക്ക് അവരെ മുതലെടുക്കാൻ ഒരു കൂട്ടം ആളുകളുണ്ട്. ഇപ്പൊ നോക്കിയാൽ കാണാം, ആഴ്ചക്ക് ഞാൻ ദൈവമാണെന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. പിന്നത്തെ ആഴ്ച അതിനെ പോലീസ് പിടിച്ചിട്ട് പോകണം കാണാം. അങ്ങനത്തെ കുറെ ആളുകളുണ്ടല്ലോ. പറ്റിക്കാൻ വരുന്നവരെ ആണ് നമ്മളതിൽ കാണിക്കുന്നത്. എൻ്റെ ഇപ്പം ദൈവത്തിനെ വിശ്വസിക്കുന്നത് ഇതാണെന്നോ അല്ലെങ്കിൽ ആ ഒരു ആംഗിളിലോട്ടല്ല അത് പോയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അതിൻ്റെ പേരിൽ പ്രശ്നം വന്നാൽ നമുക്ക് പറയാൻ പോയിന്റ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്യാലോ. ഇതാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളല്ലേ. അപ്പം അതിലൊന്നും പേടിയൊന്നും. ഇപ്പോൾ ഇതിലൊരു മർഡർ മിസ്റ്ററി പടമാണ്. അപ്പോൾ ഇതിൽ പ്രസ് മീറ്റിൽ കൃഷ്ണദാസ് പറഞ്ഞൊരു പോയിന്റ്, അതായത് ഈ സിനിമ കണ്ടിട്ട് ആരും കൊലപാതകത്തിന് ഇറങ്ങാൻ സാധ്യതയില്ല, കൊലപാതകത്തിൽ ഇറങ്ങില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഇതും ഈ പറഞ്ഞ ഒരു തിൻ ലൈനാണല്ലോ. ഒരു മർഡർ കാണിക്കുന്നു, ഇതിൽ ഈ കോമഡി ലെയർ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഡാർക്കാണ്. ഈ സിനിമ കൊലപാതകം കാണിക്കുന്നുണ്ട്, ഈ ബോഡി ഡിസ്പോസ് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്, ചിലപ്പോൾ ഒരു A സർട്ടിഫിക്കറ്റ് വരെ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു തീമാണ്. അതിനാണ് ഈ ഹ്യൂമർ ലെയർ കൊടുത്ത് നമ്മൾ കംപ്ലീറ്റ്ലി ചിരിപ്പിക്കുന്നത്. ഇത്തരം ഒരു തീം എടുക്കുന്ന സമയത്ത്, ഇതൊരു പറയുന്ന സമയത്ത് ഈ കൊലപാതകത്തെ അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അതിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാതിരിക്കുക, അതൊരു എക്സ്ട്രാ കെയർ എഴുത്തിൽ തന്നെ എടുത്തിരുന്നില്ലേ? തീർച്ചയായും എടുത്തിരുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ലേ, നമ്മളത് ഭരതനാട്യം സിനിമയുടെ സീക്വലാണ് എന്നുള്ളത് കൊണ്ട് കുറേയൊക്കെ നമ്മൾ കട്ട് ഓഫ് ചെയ്ത് ഉണ്ടായിരുന്നു. കാരണം നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു പീക്ക് നമുക്ക് ചെയ്യാനുള്ള സ്പേസ് അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് ചെയ്യാതിരുന്നത് എന്താ വെച്ചാൽ ഞാൻ കിട്ടുന്നു ഇത് കുറച്ചുകൂടെ ഡാർക്കായിരുന്നു. അതെ. കാരണം പിന്നീട് വെച്ചാൽ ഭരതനാട്യം എക്സ്പെക്ട് ചെയ്ത് വരുന്ന ഒരു സെക്ഷൻ ഓഫ് ഓഡിയൻസ് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അവരെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ കുറേയൊക്കെ നിന്ന് കുറച്ച് ഈ ഇപ്പോൾ കാണുന്നതിലോട്ടേക്ക് ആക്കിയത്. അപ്പോൾ അതങ്ങനെ ചെയ്തതേ ഉള്ളൂ. പിന്നെ കൊലപാതകത്തെ നോർമലൈസ് ചെയ്യുക എന്നുള്ളതല്ല. കാരണം ഇപ്പം സിനിമയെ കാണൂ സുഹൃത്തെ എന്നൊക്കെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ എല്ലാത്തരം സിനിമകൾ ഉണ്ടാവണം എന്നാണ്. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാ സിനിമയും ഒരുപോലെ ഇരിക്കും കാണാൻ. ഇപ്പം തന്നെ ഇപ്പോൾ മോഹിനിയാട്ടം ഭരതനാട്യമായിട്ട് വ്യത്യാസമുണ്ടെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണല്ലോ. അപ്പോൾ അങ്ങനെ ആ ഏരിയ സിനിമയിൽ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഉള്ളത്. അതല്ലാണ്ട് ഒരു നോർമലായിട്ട് നിൽക്കുന്ന ഒരാൾ സിനിമയ്ക്കകത്തൊരു ക്രൈം കണ്ടാൽ ക്രൈം നീ ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് പോകും തോന്നുന്നില്ല. അത് ആളുകളെ ആരും മെൻ്റൽ സ്റ്റേറ്റിൽ നിൽക്കുന്ന ആളിപ്പോൾ നമ്മുടെ സിനിമ കണ്ടില്ലെങ്കിലും അങ്ങനെ ചിന്താഗതിയുള്ള ഒരാളാണെങ്കിൽ വേറെ വഴിയിലാണെങ്കിലും അയാൾക്ക് പോകും, പത്രം വായിച്ചാലും കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് ആളുകളാണ് ചികിത്സിക്കേണ്ടത്. അത് വളരെ നോർമലായിട്ട് നിൽക്കുന്ന ഒരാളെ സിനിമയ്ക്കകത്തൊരു ക്രൈം കണ്ട് അത് ഇൻഫ്ലുവൻസറായിട്ട് പോയിട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ ദൃശ്യം റെഫറൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ട്രെയിലറിൽ തന്നെ അതിൻ്റെ ഒരു സൂചന കിട്ടിയിരുന്നു. സിനിമയിലും ഈ ദൃശ്യം റെഫറൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇപ്പം 1-2 റിവ്യൂസിൽ കണ്ടെന്ന് വെച്ചാൽ ദൃശ്യം ഒരു സ്പൂഫ് കോമഡി പടം ആയിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേനെ, അതാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നൊരു ഇതാണ്. ഈ ദൃശ്യം റെഫറൻസ്, ലാലേട്ടൻ റെഫറൻസ് ഒക്കെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഒരു കണക്ഷൻ? അപ്പോൾ ദൃശ്യം ആക്ച്വലി എഴുത്തിൽ ആ ഒരു സീൻ എത്തിയ സമയത്ത് വന്നതായിരുന്നു. ആക്ച്വലി നമ്മളപ്പോൾ ആ ഒരു മർഡർ സീൻ നടക്കുന്നിടത്ത് മുമ്പ് സജുചാരൻ്റെ ക്യാരക്ടർ ഉണ്ടായിരുന്നു, ആദ്യത്തെ എഴുത്തിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ളൊരു സീൻ ഫണ്ണായിരിക്കണം എന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനുണ്ട്, വിഷ്ണുവാണ് ഇതിൻ്റെ കോറൈറ്റർ. നെക്സ്റ്റ് സീനിൽ ചിരി എന്തായാലും പൊട്ടിയിട്ടുണ്ടാവണം, ഇത് അറിയുന്ന ഒരാളുണ്ടാവണം, അത് കേൾക്കുമ്പോൾ അവിടെ ചിരിയാണ് പൊട്ടേണ്ടത് എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ആരെ അറിയിക്കും നോക്കി കഴിഞ്ഞാൽ ഇതിപ്പോൾ വേറെ നാടാണെന്നുള്ളത് ഇവർക്ക് പോയിട്ട് പറയാൻ ആൾക്കാരില്ല. അപ്പോൾ ഇതെങ്ങനെ അറിയിക്കുന്നത് വെച്ചപ്പോൾ ഓക്കെ, നമുക്കെന്നാ മെയിൻ ഹീറോനെ തന്നെ എടുത്തങ്ങ് മാറ്റാം. ക്രൈം നടക്കുന്നിടത്ത് പുള്ളി ഇത് അറിഞ്ഞിട്ട് പോലും ഇല്ല, ബാക്കി വീട്ടിലെ ആൾക്കാരെ കൂടെ ചേർന്നിട്ടാണ് ആളെ തട്ടിയിട്ടുള്ളത്. എന്നിട്ട് ഹീറോ ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ചിരി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ മറ്റേ പാമ്പ് ചത്തുമോനെ എന്നൊക്കെ പറയുന്ന ആ ഒരു പോയിന്റ്, അപ്പം അങ്ങനത്തെ ഒരു സാധനം വേണമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ശശിധരൻ എന്നുള്ള ക്യാരക്ടർ നമ്മൾ മർഡർ സീനിൽ ഒഴിവാക്കിയത്. പുള്ളി ഇത് കേൾക്കട്ടെ എന്നുള്ള രീതിയിലോട്ട് അങ്ങനെയായിരുന്നു ആ സീൻ വെച്ചത്. അത് കഴിഞ്ഞിട്ടുള്ള സീനിലോട്ട് കിടക്കുമ്പോൾ വക്കീലിൻ്റെ അടുത്ത് ഈ കാര്യം അറിയിക്കുകയും വേണം, ഇതിന് അങ്ങനെ ഊരി വരാൻ വല്ല സാധ്യത ഉണ്ടോ എന്ന് കിട്ടുകയും വേണം എന്ന് പറയാനും പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് എന്തെങ്കിലും ഒരു കഥ പോലെ പറയാം എന്നുള്ള രീതിയിൽ വിചാരിച്ചത്. അപ്പോൾ എന്തെങ്കിലും ഉള്ളൊരു കഥ എന്നുള്ളത് ഓക്കെ, എന്ന സിനിമ കഥ പോലെ തന്നെ പറയാച്ചു. അങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് ഓക്കെ, ദൃശ്യത്തിൽ ഈ പറഞ്ഞ മാതിരി ഇതാണല്ലോ, ആ ഡയലോഗ് ആലോചിക്കുമ്പോഴാണ് ജോർജ് കുട്ടി ഇല്ലാത്ത സമയത്താണ് അവിടെയും നടന്നിരുന്നതല്ലോ എന്നുള്ളത് നമ്മളും ആലോചിച്ചത്.
ഇതെല്ലാം 1-2 ദിവസം കൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, അപ്പം പിന്നെ ദൃശ്യത്തിൻ്റെ ആ പാറ്റേൺ തന്നെ നമുക്ക് പിടിച്ചു. അത് നമുക്കൊരു ബോണസായിട്ട് കിട്ടിയതാണ്. ഇപ്പം ദൃശ്യം സ്പൂഫ് ചെയ്യുക എന്നുള്ളതല്ലായിരുന്നു ഇതിൻ്റെ ഇനീഷ്യൽ തോട്ട്. ഈ സീൻ എത്തിയ സമയത്താണ് ഓക്കെ നല്ലപോലെ കണക്ഷൻ വരുന്നുണ്ടെന്നുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ആ സീനിൽ അങ്ങനെ ദൃശ്യം പരിപാടി യൂസ് ചെയ്തതാണ് അവിടെ. ഇപ്പോൾ മർഡർ സീൻ എടുത്ത് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്റ്റേജിങ് ഭയങ്കര രസമാണ്. കുറേ ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്, കുറേ കയോസ് നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഈ പറയുന്ന പോലെ ഇത് പ്രേക്ഷകനൊരു ടെൻഷൻ ഉണ്ടാക്കുകയും വേണം. അത് സുരാജൻ്റെ ക്യാരക്ടർ വന്നു കയറുന്ന സമയത്ത് പ്രേക്ഷകനൊരു ഇയാൾ വശപ്പശക്കാണ്, ഇയാൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടേ പോലും അവിടെ ടെൻഷൻ ഉണ്ടാക്കണം, ഹ്യൂമർ ഉണ്ടാക്കണം, ഈ കൊലപാതകത്തിൻ്റെ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. ആ സീനിൻ്റെ മൊത്തം ഒരു സ്റ്റേജിങ് ഇങ്ങനെ. അതിനിടയ്ക്കാണല്ലോ ഈ പറയുന്ന സൈജു പാൽ പാക്കറ്റും പിടിച്ച് ഇങ്ങനെ പതിയെ ചിരിച്ച് കയറി വരുന്നൊരു മൊമെൻറ്റും ഇത് അറിയുന്ന മൊമെൻറ്റ്, മൊത്തം ഒരു 10-15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആ ഒരു സീക്വൻസ്, അതിൻ്റെ ഒരു സ്റ്റേജിങ്ങും എഴുത്തും അതൊക്കെ എങ്ങനെയായിരുന്നത്? അത് നമ്മൾ സൈജു ചേട്ടനെ ആ ഒരു സീനിൽ നിന്ന് മാറ്റുക, സൈജു ചേട്ടൻ പിന്നീട് കയറി വരുമ്പോൾ ഇത് അറിയണം എന്നുള്ളതുകൊണ്ട് പുള്ളി എവിടേക്ക് പോകുന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. എന്ത് ആവശ്യത്തിനാണ് പുറത്തോട്ട് പോകുന്നത്? കാരണം പുള്ളിക്ക് പരിചയമുള്ള നാടൊന്നുമല്ലല്ലോ ഇത്, വേറൊരാളെ കാണാൻ പോയി എന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മളാണെങ്കിൽ അമ്പലവും കാര്യങ്ങളൊക്കെ ആയിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു ഫാമിലിയായിട്ട് നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഭരതനാട്യത്തിലാണെങ്കിലും അങ്ങനെയാണുള്ളത്. ഓക്കെ, അങ്ങനെയെങ്കിൽ കുളിച്ച് തൊഴാനായിട്ട് വിടാം. അപ്പുറത്ത് ദൂരെ വേറെ ഏതെങ്കിലും അമ്പലത്തിൽ പോയി കുളിച്ച് തൊഴാൻ പോയി. അപ്പോൾ ആ ഒരു ടൈം നല്ല രസമുള്ളതായിട്ട് തോന്നി. കാരണം സാധാരണ ക്രൈം നടക്കുന്നത് രാത്രിയായിരിക്കും, ആളില്ലാത്ത സമയത്ത് മറ്റേ വളവിലിട്ട് കൊല്ലുക എന്നുള്ള പോലെ. ഇത് വളരെ ഫ്രഷ് ആയിട്ട് ആൾക്കാർ നിൽക്കുന്ന, ഫ്രഷ് എയറും നല്ല ചെറിയൊരു തണുപ്പും ഒക്കെ നിൽക്കുന്ന സമയത്ത് രാവിലെ കുളിച്ചൊക്കെ തലയിൽ അവിടെ തോർത്തൊക്കെ ഇട്ടിട്ടൊക്കെയാണ് സ്ത്രീകൾ നിൽക്കുന്നത്. അത്രയും ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഇവർ മറ്റേ മങ്കി ക്യാപ്പൊക്കെ ഇട്ട് നടക്കാൻ ജോഗിങ്ങിന് വരുന്ന സമയം. അപ്പോൾ ആ ഒരു ടൈമിൽ മർഡർ എന്ന് പറയുന്ന ഒരു കോൺട്രാസ്റ്റ് രസം തോന്നിയായിരുന്നു. അപ്പോൾ അത് സൈജുവിൻ്റെ ക്യാരക്ടർ മാറ്റിയപ്പോഴാണ് നമ്മൾ ടൈം തന്നെ ഇങ്ങോട്ടേക്ക് ആക്കാം എന്ന് കരുതിയിരുന്നത്. എല്ലാവരും ഉറക്കത്തിന് എഴുന്നേറ്റ് വരികയാണ്, ഒരാളവിടെ യോഗ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരുടെയും ആ ഒരു ദിവസം തുടങ്ങുന്നത് മർഡർ ചെയ്തുകൊണ്ടാണ് എന്നുള്ളൊരു, അപ്പം അങ്ങനെയായിരുന്നു ആ ഒരു പരിപാടി. അങ്ങനെ ആ ഒരു ടൈമിലോട്ടേക്ക് സെറ്റ് ചെയ്യാം എന്ന് കരുതിയിരുന്നത്. അത്ര തന്നെ. സുരാജ് ചേട്ടൻ്റെ ക്യാരക്ടർ നോക്കുമ്പോൾ ഇപ്പോൾ ട്രെയിലർ കാണുന്ന സമയത്ത് നമ്മളെല്ലാവരും വിചാരിക്കുന്നത് പുള്ളി ഒരു ത്രൂ ഔട്ടുള്ള ഹ്യൂമർ ക്യാരക്ടറാണ്. അപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതാണ്. പ്രത്യേകിച്ചും പ്രേക്ഷകർ പുള്ളി ഇങ്ങനെ ഒരു സോണിൽ കാണാനും ഭയങ്കര വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയമാണല്ലോ. പുള്ളി ഇപ്പോൾ മലയാള സിനിമകൾ ചെയ്യുന്നതും കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് ഇപ്പോൾ ചെയ്യുന്നതും. സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഒരിക്കലും സിനിമ പലരും കണ്ടുകൊണ്ട് നമുക്കത് പറയാൻ തോന്നുന്നു. ഇദ്ദേഹത്തിന് വേറൊരു ഷെയ്ഡും കൂടെ ഉണ്ടല്ലോ. ഈ ഭാര്യയുടെ അടുത്ത് പോയിട്ട് ആ മാവ് ഒഴിച്ചു കളയുന്ന സീനാണെങ്കിൽ പോലും ഇയാൾ എന്തൊരു ദുഷ്ടനാണ് എന്ന് പ്രേക്ഷകന് പെട്ടെന്ന് തോന്നുന്നൊരു മൊമെൻ്റാണ്. അതിൻ്റെ അടുത്ത മിനിറ്റ് തന്നെ ചിരിപ്പിക്കുകയാണ്. ഈ നടക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് കൊണ്ടൊന്ന് ചിരിപ്പിക്കുകയാണ്. സുരാജേട്ടൻ ഇത് ഈ ഒരു ഫാമിലിയിലേക്ക്, ഇവരിലേക്ക്, യൂണിവേഴ്സിലേക്ക് പ്ലേസ് ചെയ്യുന്നതും പുള്ളിയുടെ ഒരു കോൺട്രിബ്യൂഷനൊക്കെ എങ്ങനെയായിരുന്നു? സുരാജേട്ടൻ ആക്ച്വലി ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു നമ്മുടെ ആദ്യത്തെ എഴുത്തിലുണ്ടായിരുന്നു. മീൻ സുരാജേട്ടൻ വരുന്നത് വരെ ഉണ്ടായിരുന്നത് ഗോവിന്ദരാജ എന്ന് പറയുന്ന ഒരു പ്രോപ്പർ വില്ലൻ തന്നെ എന്നുള്ള പോലെ തന്നെയായിരുന്നു. ഇപ്പോഴും വില്ലനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഹ്യൂമർ ഷെയ്ഡ് അങ്ങനെ കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. വൺസ് സുരാജേട്ടനാണ് എന്ന് നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതിലുള്ള ചെറിയ, ഇപ്പോഴും സുരാജേട്ടൻ തമാശ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല എവിടെയും. പുള്ളി സീരിയസ് ആയിട്ട് പറയുന്നത് അതെ, അതിൻ്റെ ആ ഒരു ഡെലിവറി സ്റ്റൈല് മാറ്റുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ പെർഫോമൻസിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ചസ് മാത്രമേ വരുത്തിയിട്ടുള്ളൂ. അല്ലാണ്ട് ഇതിൽ പുള്ളിയെ കൊണ്ട് ഭയങ്കരമായിട്ട് തമാശകളൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ ആ ലാസ്റ്റിലാണ് മർഡർ നടക്കുന്നത് തൊട്ട് മുമ്പുള്ള പരിപാടികളാണ് കുറച്ചെങ്കിലും, അതാ പറഞ്ഞാൽ ആ ഒരു ടോണൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നുള്ള സംഭവങ്ങൾ ഡെലിവറി ചെയ്യുമ്പോൾ ഹ്യൂമർ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയുള്ളൂ. ട്രെയിലർ വന്നപ്പോൾ ഈ അഭിപ്രായങ്ങൾ കാണാൻ തുടങ്ങിയ ഒരു പേടിയുണ്ടായിരുന്നു. കാരണം സുരാജേട്ടൻ്റെ അഴിഞ്ഞാട്ടം സ്റ്റാർട്ട് സുരാജേട്ടൻ്റെ ആയിരിക്കും എക്സ്പെക്ട് ചെയ്ത് വരുമ്പോൾ ദൈവമേ സുരാജേട്ടൻ 40 മിനിറ്റ് കഴിഞ്ഞ് ആക്കി കയറും എന്നുള്ളത് നമുക്കെല്ലാം അറിയുള്ളൂ. ഇത് ട്രെയിലർ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഈ ഒരു തോട്ടം എനിക്കും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി അത് മാറ്റി, കാരണം നല്ല ട്രെയിലറാണ്, അത് ആളുകളോട്ട് എത്തും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ഇനിയിപ്പോൾ അത് മാറ്റി കട്ട് ചെയ്ത് നമുക്ക് എന്തായാലും ഭരതനാട്യത്തിൽ നമുക്ക് കിട്ടാതെ പോയ അറ്റൻഷനായിരുന്നു. ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്നുള്ളത് പല വഴിക്ക് ആൾക്കാർ അറിയാതെ പോവുക, നമ്മൾ പലതും ചെയ്തിട്ടും എത്തുന്നില്ല എന്നുള്ളത്. തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് ഇതെന്തായാലും നമുക്ക് ആളുകളെ തിയേറ്ററിൽ എത്തിക്കാൻ പറ്റുന്നൊരു സാധനമാണെന്നുള്ളതുകൊണ്ട് ബാക്കി അങ്ങ് ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അങ്ങ് വിട്ടു. കുഴപ്പമില്ല ആൾക്കാർ, കാരണം സുരാജേട്ടൻ ഇല്ലെങ്കിലും സുരാജേട്ടൻ ഉണ്ടല്ലോ, ചാക്കലാണെങ്കിലും കാണാൻ കിട്ടുമല്ലോ. പിന്നെ ഇപ്പുറത്ത് ബേബി ഉണ്ട്, സ്കോർ ചെയ്യാൻ ആൾക്കാർ അപ്പുറം ഉണ്ട് എന്നുള്ളത് ആ ഒരു വിശ്വാസം ഉണ്ടെന്നുള്ളതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല, അത് ബാക്ക് ഫെയർ ആവില്ല എന്നുള്ള രീതിയിൽ തന്നെ അങ്ങ് മുന്നോട്ട് പോയതായിരുന്നു. ഈ റെഫറൻസുകൾ ഉപയോഗിക്കുന്നതല്ലേ, ഇപ്പം നമ്മൾ പല സിനിമകളിലും തമിഴിലടക്കം മലയാളത്തിലും റെഫറൻസുകൾ നമ്മൾ പലപ്പോഴേ കണ്ടിട്ടുണ്ട്. ഈ റെഫറൻസുകൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ സ്ക്രീനിൽ നിൽക്കുന്ന സ്റ്റാറിനെ എലിവേറ്റ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഹ്യൂമർ സൃഷ്ടിക്കാനോ
അത്തരത്തിലേക്ക് റെഫറൻസ്. ഇപ്പോൾ മോഹിനിയാട്ടത്തിലേക്ക് വരുന്ന സമയത്ത് കഥയുടെ ഭയങ്കര ഭാഗമാണ് ഈ റെഫറൻസുകൾ. ഈ ക്യാരക്ടേഴ്സ് ഭയങ്കര കാഷ്വലി പറഞ്ഞു പോകുന്ന സാധനങ്ങൾ പ്രേക്ഷകരെ ചിരിപ്പിക്കുകയാണ്, അത് റെഫറൻസായിട്ട് മാറുകയാണ്. ഇപ്പം ഹൃദയം റെഫറൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ കൂലിയിലെ റെഫറൻസ് വരുന്നു, വേഷം, ഏഴാറിവ്, ബാക്ക് ടു ബാക്ക് വരുന്ന സമയത്ത് റെഫറൻസുകൾ പിക്ക് ചെയ്യുന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പം അത് വെറുതെ ഒരു സാധനം അവിടെ കൊണ്ടിടുന്നതിന് പകരം റൈറ്റ് ചോയ്സ് ഓഫ് റെഫറൻസുകളും അവിടെ ചൂസ് ചെയ്യണമല്ലോ. അതെങ്ങനെയായിരുന്നു അത്? അത് അതാ പറഞ്ഞേ, എഴുത്തിൻ്റെ ഒഴുക്കിൽ വന്ന് പോകുമ്പോൾ കിട്ടുന്നതാണ്. നമ്മൾ റെഫറൻസുകൾ കൊണ്ട് ആറാടണം എന്നുള്ള ഒരു പ്ലാനും നമുക്കില്ല. അത് ഇവിടെ എത്തുന്ന സമയത്ത് ഇത് വന്നാൽ സീനിന് ഹൈ കിട്ടും അല്ലെങ്കിൽ ചിരി വരും എന്ന് ഉറപ്പുള്ളടുത്ത് അത് ബ്ലെൻഡായിട്ട് നിൽക്കുകയും വേണം. നമ്മളിപ്പോൾ ഒരു കയ്യടി കിട്ടാൻ മാത്രമായിട്ട് റെഫറൻസ് വെക്കരുത്. ഐ മീൻ ആ റെഫറൻസ് കൊണ്ട് കൈയടി കിട്ടുക എന്നുള്ളതാവരുത്. അവിടെ കറക്റ്റ് ആപ്റ്റ് ആകുമ്പോൾ കൈയടി കിട്ടുമ്പോഴാണ് നമുക്കും ഒരു സുഖം ഉണ്ടാവുക. അത് കാരണം ആക്ച്വലി റെഫറൻസ് പറയുന്നത് വേറെ ആളുകൾ ചെയ്തു വെച്ച സാധനമാണ്. വേറെ ആളുകൾ ചെയ്തു വെച്ച സാധനം വെറുതെ കാണിച്ചുകൊണ്ട് കൈയടി കിട്ടിയാൽ അത് നമുക്കുള്ളതല്ല, അത് അവർ ചെയ്തു വെച്ചുകൊണ്ട് കിട്ടുന്നത്. നമ്മളത് കൃത്യമായിട്ട് യൂസ് ചെയ്താൽ ആ കൈയടി നമുക്ക് കൂടി ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് റെഫറൻസുകൾ അങ്ങനെ പിടിച്ചു പോന്നിട്ടില്ല. അപ്പോൾ ഏഴമറിവിൻ്റെ ആണെങ്കിൽ എനിക്ക് പേടിയുണ്ട്. കാരണം നമ്മുടെ ഇനിയിപ്പോൾ കൂടുതൽ ഓഡിയൻസ് ഫാമിലി ഓഡിയൻസ് ആണ് എന്നുള്ളതുകൊണ്ട് അവർക്കിത് കിട്ടുമോ ഇല്ലെന്ന പേടിയുണ്ട്. പക്ഷേ സ്റ്റിൽ അത് കിട്ടുന്ന കുറച്ച് പേരുണ്ടാവും. അത് എനിക്ക് കിട്ടും, പക്ഷേ എനിക്ക് കിട്ടുന്ന എല്ലാവരും കിട്ടണമെന്നില്ലല്ലോ. കിട്ടുന്ന കുറച്ച് പേരാണെങ്കിലും അത് ഓക്കെയാണ്. ഇനിയിപ്പോൾ അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, സീനങ്ങ് പൊക്കോളുന്നു. അപ്പോൾ അങ്ങനെ ഒരു സേഫ് പരിപാടി പിടിച്ചിട്ടാണ് പോവാറുള്ളത്. അപ്പോൾ പക്ഷെ അത് കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട്, സ്റ്റിൽ കുറച്ച് പേർക്ക് കിട്ടിയിട്ടൊന്നുമില്ല. അതായത് കിട്ടുന്നവരുണ്ടല്ലോ, ഒരു സെക്ഷൻ ഓഫ് ഓഡിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ റെഫറൻസുകൾ അങ്ങനെ, കാരണം അത് അവിടെ ആവശ്യമായിരുന്നു. കാരണം ഏഴമറിലാണെന്നുണ്ടെങ്കിലും അവനെ നോക്കി കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ അതിനേക്കാൾ വലിയ ആളായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സുഭാഷിന്റെ, അതായത് അഭിരാം സീനിയർ സുഭാഷിന്റെ വലിപ്പം കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇതായിരുന്നു ബെസ്റ്റ്. വലുത് അത് തന്നെയാണ് എന്ന് കാണിക്കാനായിരുന്നു ഇതൊരു ടൂളായിട്ട് യൂസ് ചെയ്തതെന്നുള്ളൂ. അപ്പോൾ ഇതിലെ ഡയലോഗ്സ് ആണെന്നെങ്കിലും ഭയങ്കര കോക്കായിട്ടുള്ള ഡയലോഗ്സ് ആണ്. ഇപ്പോൾ ഈ ബേബി ജീന് രണ്ടാമത് ഈ ബോഡി കിട്ടിക്കഴിഞ്ഞ ശേഷം ഇവരെ വീട്ടിൽ വരുമ്പോൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ചുറ്റി നിന്ന് കിണറ്റിൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് വിടല് കേട്ടോ, ഒരു ഇഞ്ച് പോലും മാറില്ല കേട്ടോ പറഞ്ഞു എന്ന് പറഞ്ഞ പോകുമ്പോഴാണെങ്കിലും കയറി കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണ്, ഇന്നായി കഴിഞ്ഞാൽ ഭയങ്കര സുഖമെന്ന് പറയുന്നത്. ഡയലോഗിൽ ഭയങ്കര വേർബൽ പ്ലേ ഉണ്ടല്ലോ. ഡയലോഗ്സ് വെച്ച് ഭയങ്കര ഒരു എന്താണ് പറയുന്നത്, ഒരു ആക്ടേഴ്സിൻ്റെ പെർഫോമൻസിന് എല്ലാം അപ്പുറം ഈ ഡയലോഗ്സ് കൃത്യമായിട്ട് ഡെലിവർ ചെയ്യണം. ആ ഡയലോഗ്സിൽ തന്നെ ഒരു ഹ്യൂമർ കൊണ്ടുവരും. വേർബൽ പ്ലേ ഭയങ്കരമായിട്ട് വർക്ക് ആവണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ ഈ ഡാർക്ക് ഹ്യൂമർ വരുമ്പോൾ. ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇംപ്രവൈസേഷൻസ് ഉണ്ടായിരുന്നോ, അതോ ഈ റൈറ്റിങ്ങിൽ തന്നെ ഇത് എക്സാക്ട്ലി ഇതാണ് എന്നുള്ളൊരു ഉണ്ടായിരുന്നു? അല്ല, അത് റൈറ്റിങ്ങിൽ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. ഷൂട്ട് സമയത്തുള്ള ഇംപ്രവൈസേഷൻസ് ചെറുത് ഉണ്ട്. പക്ഷേ ഈ റൈറ്റിങ്ങിൽ ചിലത് നമ്മളൊരു സിനിമയ്ക്കും അല്ലെങ്കിൽ ആ സിനിമയുടെ അകത്തുള്ള തമാശകൾക്കും ഒരു സ്വഭാവം ആദ്യമേ നമ്മൾ സെറ്റ് ചെയ്യും എന്നുള്ളതുകൊണ്ട് അത് വിട്ടപ്പുറത്തോട്ടേക്ക് പോവാൻ പലപ്പോഴും ടോൺ മാറാതിരിക്കാൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല തമാശ ചിലപ്പോൾ കിട്ടും, പക്ഷെ അത് സിനിമയുടെ ഉണ്ടാവില്ല. അപ്പോൾ അത് കേട്ടാൽ എന്തായാലും ആൾക്കാർ ചിരിക്കുന്നുണ്ടാവുമായിരിക്കും. അത് ഭരതനാട്യത്തിൻ്റെ ആണെങ്കിൽ പോലും നമ്മൾ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ സുഹൃത്തുക്കളൊക്കെ വെക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ പറഞ്ഞാൽ രസമായിരിക്കും, ആ തമാശ കേട്ടാൽ ചിരി വരും, പക്ഷേ അതാ മുഴച്ച് നിൽക്കും. അത് അവിടെ ആവശ്യം ഉണ്ടായിരുന്നില്ല, എന്നാലും ആ തമാശയ്ക്ക് ചിരിച്ചോളൂ എന്നുള്ളതുകൊണ്ട് വെക്കാൻ അതൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതുകൊണ്ട് അത്തരം ഡയലോഗ്സിലും ആ ഹ്യൂമർ പരിപാടിയിലൊക്കെ ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് പോവുക. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ സിനിമയുടെ സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകളുടെ ഇങ്ങോട്ടുള്ള സജഷൻസ് ആണെങ്കിലും ഇതിനോട് ചേർന്ന് നിൽക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു റെഫറൻസ് ദശരഥം റെഫറൻസ് സ്ക്രിപ്റ്റുള്ളതല്ല, അത് അഭിചേട്ടനും സൈചേട്ടനും കൂടി ആ സീൻ അവർ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ വന്ന് പറഞ്ഞത്. അത് നോക്കുമ്പോൾ ഈ ഒഴുക്കിലത് പോകുന്നതാണ്, കണക്റ്റായി പോകുന്നത്. അപ്പോൾ അത് മാത്രമല്ല, അത് തന്നെ അവർ വേറെയും മറ്റേ അപ്പുറത്തൊരു പുഴയുണ്ട് എന്ന് പറഞ്ഞ എന്താ ബാബു കുളിക്കാം എന്നും പറഞ്ഞിട്ട് പോകുന്ന പരിപാടികളും പിന്നെ പലതുണ്ട്. അങ്ങനത്തെ സിനിമയ്ക്ക് ചേരുന്ന അല്ലെങ്കിൽ മുഴച്ചു നിൽക്കാത്ത ബ്ലെൻഡായി നിൽക്കുന്ന പരിപാടികളാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൽ കാസ്റ്റ് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള സ്പേസ് ഉണ്ട്. അപ്പം ഒരാൾ സ്കോർ ചെയ്യുമ്പോൾ അടുത്ത ആൾ താഴേക്ക് പോകുന്നില്ല, അയാളും സ്കോർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കലാരഞ്ജൻ ചേച്ചി സ്കോർ ചെയ്യുമ്പോൾ തന്നെ ഇപ്പുറത്ത് നന്ദു പൊതുവാളും സൈജു ചേട്ടനും എല്ലാവരും സ്കോർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കലാരഞ്ജൻ ചേച്ചിയാണെങ്കിലും പുള്ളിക്കാരിയുടെ ഫസ്റ്റിൽ തന്നെ പുള്ളിക്കാരിക്ക് ഒരു ഹ്യൂമർ ഷെയ്ഡ് ഉണ്ട്. ഡയലോഗ്സിലടക്കം ഭയങ്കര കയ്യടി നമുക്ക് കിട്ടുന്ന സാധനങ്ങളുണ്ട്. ഇതിലേക്ക് വരുമ്പോൾ ഒരു 2x എന്നുള്ളൊരു മോഡിലേക്ക് പുള്ളിക്കാർ പോവുകയാണ്. പ്രത്യേകം ആ തേങ്ങയും പിടിച്ചിങ്ങനെ നിൽക്കുന്നൊരു സാധനം അതിന് OTT-ലേക്ക് വരുന്ന സമയത്ത് ഒരു മീം ടെംപ്ലേറ്റ് ആയിട്ട് മാറാൻ സാധ്യതയുള്ളൊരു സാധനമാണ്. പുള്ളിക്കാരിക്ക് കൊടുത്തൊരു ഒരു സ്പേസ് ഉണ്ടല്ലോ. ആ ഫാമിലിയുടെ ഹിസ്റ്ററി നമുക്ക് അറിയുന്നത് ഉർവശി ചേച്ചിയും കൽപ്പന ചേച്ചി എങ്ങനെയാണെന്ന് നമുക്ക് മലയാളികൾക്കെല്ലാം അറിയുന്ന ഇതാണ്. പുള്ളിക്കാർ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇപ്പം ഇവരുടെ രണ്ടുപേരുടെ ഏതെങ്കിലും ഷെയ്ഡ് എവിടെയെങ്കിലൊക്കെ നമുക്കൊന്ന് ഫീൽ ചെയ്തിരുന്നു? ഭയങ്കരമായിട്ട് അത് ഞാനിപ്പോൾ പറയാറുണ്ട്.
പുള്ളിക്കാരി കുക്കർ അകത്ത് കൊണ്ട് വെച്ച് അയാൾ പോയോ വന്ന ആൾ പോയോ എന്ന് ചോദിക്കുമ്പോൾ പോയി. അച്ഛമ്മയുടെ പേരെന്തായിരുന്നു, കുട്ടിയമ്മ എന്നായിരുന്നു പേര്. അച്ഛനോട് ഇപ്പോഴും അമ്മയ്ക്ക് ദേഷ്യം ഉണ്ടോ ചോദിക്കുമ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ട് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അങ്ങ് പോയില്ലടാ എന്ന് പറയുന്നുണ്ട്. അത് കൽപ്പന ചേച്ചിയുടെ ഫേസ് കാണുമ്പോൾ അത് ഉർവശി ചേച്ചിയാണോ കൽപ്പന ചേച്ചിയാണോ എന്നുള്ളത് ഐ മീൻ അവർ രണ്ടുപേരുടെയും ഇതിന് മാറിക്കൊണ്ടേയിരിക്കും. ചില നേരത്തേക്ക് തോന്നുന്നത് കറക്റ്റ് ഉർവശി ചേച്ചിയുടെ പോലെയാണ്, ചിലത് കറക്റ്റ് കൽപ്പന ചേച്ചിയുടെ പോലെ തോന്നും. അവരുടെയൊക്കെ ചേച്ചിയാണ് ഇത് ചില. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് അവരുടെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷമുണ്ട്. ആ ഒരു സീനുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു മീൻ ടെംപ്ലേറ്റ് ആവാൻ സാധ്യതയുള്ള തേങ്ങയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സീന്, അത് ഈ പറഞ്ഞ സ്ക്രിപ്റ്റിലുണ്ടോ അവിടെ ഇംപ്രൈസ് ചെയ്തായിരുന്നു? അല്ല, തേങ്ങ എന്നുള്ളത് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നില്ല. പുള്ളിക്കാരി അവിടെ ആപ്പിൾ കടി മുറിച്ച് നിൽക്കുന്നു എന്നുള്ള പോലെ വളരെ കാഷ്വലായിട്ട് നിൽക്കുമായിരുന്നു. ഇവർ നോക്കുന്നു അപ്പോൾ എന്തായെന്ന് ചോദിക്കുമ്പോൾ ഈ ഫോട്ടോ കൊണ്ട് ഞെട്ടുന്നു എന്നുള്ള ഉണ്ടായിരുന്നത്. പിന്നെ ആപ്പിൾ എന്നുള്ളത് മാറ്റി വേറെ എന്തിലോട്ടോ അതന്നേരം സീനിൽ ഐ മീൻ ഷൂട്ട് സമയത്ത് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങ നമ്മുടെ ഫോട്ടോയിൽ ഉള്ളത് തേങ്ങയാണ്, അത് ഉണ്ടായിരുന്നു. ഐ മീൻ നമ്മളിപ്പോൾ ആർട്ട് ഡയറക്ടറോട് പറയുമ്പോഴും കയ്യിൽ നമുക്ക് തേങ്ങ കൊടുക്കാം, കാരണം ഭരതനാട്യമാണെങ്കിലും കുറേ തേങ്ങ റിലേറ്റഡ് കൊപ്ര പൊരുളായിരുന്നുകൊണ്ട് അങ്ങനെ കൊടുത്തിരുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ തേങ്ങ നമ്മുടെ ടീമിലുള്ള ആരോ സജസ്റ്റ് ചെയ്ത് തന്നു, അതാരും എനിക്ക് ഓർമ്മയില്ല. ആപ്പിൾ മുറിക്കേണ്ട, തൽക്കാലം തേങ്ങാപ്പൂളും കടിച്ചിട്ട് നിൽക്കട്ടെ എന്നുള്ളത് എനിക്കൊന്ന് ചീഫായിരുന്നു തോന്നുന്നുണ്ട്, സാംസൺ ആയിരുന്നു, എനിക്ക് ഓർമ്മയില്ല. അത് അവിടെ ഉള്ള വന്ന സാധനമായിരുന്നു. ഇപ്പോൾ സൈജു ചേട്ടൻ പ്രസ് മീറ്റ് പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ കണ്ടെത്തലാണ് കൃഷ്ണദാസ് എന്ന്. അപ്പോൾ ആദ്യത്തെ സിനിമ വർക്കാവാതിരിക്കുക അല്ലെങ്കിൽ തിയേറ്ററിൽ ഒട്ടും വർക്കാവില്ല, പിന്നീട് OTT വലിയ ഹിറ്റാവുന്നു, അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നു. സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു സ്ക്രിപ്റ്റുമായിട്ട് ചെല്ലുമ്പോൾ തന്നെ ആസ് എൻ ആക്ടർ ഡയറക്ടറിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കണമല്ലോ, ഈ സ്ക്രിപ്റ്റ് നമുക്ക് വർക്ക് ചെയ്യാം, ഇത് നമുക്ക് എന്തായാലും അടിക്കണം എന്നുള്ളൊരു ബിലീഫ് ആക്ടർ കൊടുക്കണമല്ലോ ഡയറക്ടറിന്. അപ്പോൾ സൈജു കുറുപ്പ് എന്നുള്ളൊരു ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് പുള്ളിക്കാരൻ എങ്ങനെയായിരുന്നു ഇതൊരു സീക്വൽ ചെയ്യാമെന്നുള്ളൊരു ഐഡിയ പിച്ച് ചെയ്യുന്ന സമയത്ത്? അതെൻ്റെ ഐഡിയ അല്ല, സീക്വൽ ചെയ്യാന്നുള്ള ഒരു ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ഭരതനാട്യം കഴിഞ്ഞു, അതോടെ കഴിഞ്ഞു, ഇനി വേറെ പരിപാടികൾ നോക്കാം. ഇവരാണ് തോമസ് ഏട്ടൻ സൈജു ചേട്ടനോട് സംസാരിച്ച് ഇവർ കോൺഫറൻസ് കോൾ തന്നെ വിളിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കപ്പോഴും ഇതെന്തിനാണ് ഇങ്ങനെ ഒരു സംഭവം, കാരണം ഓൾറെഡി തിയേറ്ററിൽ പാളിപ്പോയി. പിന്നെ ഇപ്പോൾ ആട് ആണ് എക്സാമ്പിളായിട്ട് പറയുന്നത്. ആട് എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ പോലും ഓക്കെ, ആടും ആഫ്റ്റർ തിയേറ്ററിക്കൽ റിലീസ് അത് സക്സസ്, ഐ മീൻ ഓഡിയൻസിൽ ജനങ്ങളുടെ ഉള്ളിലോട്ട് എത്തി ഭയങ്കരമായിട്ട് ആഘോഷിച്ച സിനിമയാണ്. നമ്മുടെയും OTT ആളുകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട സിനിമ. പക്ഷേ ഒരു ഫാൻ ബേസ് ഉള്ള സിനിമ എന്ന് പറയുന്നതും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുന്നത് രണ്ടാണ്. ആടിനെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഷാജി ബാപ്പുനെയും അർക്കില വീണ്ടും വന്നാൽ കയ്യടിക്കാൻ റെഡി എടുക്കുന്നു. നമുക്ക് അങ്ങനെ ഫാൻ ബേസിൽ ഒരു കുടുംബം എന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വേണോ എന്നുള്ള ചോദ്യമാണ് എൻ്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നത്. എന്തായാലും ഒന്ന് ശ്രമിച്ച് നോക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ഇതിലോട്ടേക്ക് കടന്നത്. എന്നിട്ടാണ് നമ്മൾ ബാക്കി അതിൻ്റെ ഒരു ത്രെഡ് ഉണ്ടാക്കുന്നതും കാര്യങ്ങളും. ഇപ്പോൾ എൻ്റെ ഒരു സീക്വൻസുകൾ കാര്യങ്ങളെല്ലാം ഞാൻ തോമസ് ചേട്ടനും സൈജു ചേട്ടനും കേൾപ്പിച്ചു. അപ്പോൾ അവർക്കത് വർക്കാണ്, ഇങ്ങനെ ഒന്ന് ഈ ഒരു ജോണറിൽ ട്രൈ ചെയ്ത് ഫീൽ ഗുഡ് വേണ്ട, ഇങ്ങനത്തെ ഡാർക്ക് ഹ്യൂമർ പരിപാടി തന്നെ ആവാം എന്നുള്ളത് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ ആളുകൾക്കും അതൊരു മടുപ്പായി തോന്നും. കാരണം ആദ്യം വർക്ക് ചെയ്ത് വീണ്ടും അതേ ടെംപ്ലേറ്റിൽ വേറെ ചേഞ്ചസ് ഒന്നും ഇല്ലാതെ അങ്ങനെ പിന്നെ അതേ ജോണർ തന്നെ. അപ്പോൾ അത് നമുക്കും മടുപ്പുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല, നമുക്കൊരു കിക്ക് വേണമല്ലോ. ഇപ്പം ഈ പറയുന്നതിലൊക്കെ ഈ ചാലഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഐ മീൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ ഹാപ്പി ആണെങ്കിൽ പോലും ഈ ചാലഞ്ചസ് ഒക്കെ ഉണ്ട് നമ്മുടെ മനസ്സിൽ. പ്രശ്നമാകുമ്പോൾ ഡാർക്ക് ഹ്യൂമർ ഇതൊരു തിൻ ലൈനിലാണ് പോകുന്നത്, അപ്പുറം ഇപ്പുറമൊക്കെ ആവുന്ന അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്കൊരു കിക്ക് ഉണ്ടാവുക. അതല്ലാതെ വളരെ സേഫ് സോണിൽ ഇരുന്നിട്ട് പരിപാടി ചെയ്താൽ അല്ല, അങ്ങനെ ആവരുതല്ലോ. നമുക്കൊരു പേടി മുന്നിലുണ്ടായിട്ട് വർക്ക് ചെയ്യുമ്പോഴേ അതിനൊരു ഇതിലോട്ട് എത്തുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഇതൊക്കെ ഉറപ്പായിട്ടും കിട്ടും എന്ന് ഉറപ്പുള്ള സാധനം ചെയ്യുമ്പോൾ നമുക്കൊരു ബിലീഫ്. അതെ, ഇപ്പോൾ തിയേറ്ററിൽ ഇപ്പോൾ ഓഡിയൻസ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഡാർക്ക് ഹ്യൂമർ സിനിമകൾ ഒരുപാട് എല്ലാവരും കൂടി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഡാർക്ക് ഹ്യൂമർ സിനിമ അധികം വന്നിട്ടില്ല. ഈ സിനിമയിലൂടെ അത് എത്തുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷം, നമ്മളെ അടുത്തൊരു റിസ്ക്കാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴല്ലേ അതിലൊരു സുഖം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ അവരോട് പ്രസൻറ്റ് ചെയ്തത് ഓക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ സ്ക്രിപ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആവും തോറും ഇവരായിട്ട് സ്ക്രിപ്റ്റ് റീഡിങ്ങിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സജഷൻസ് പറയും, നമ്മൾ ടീമായിട്ടിരിക്കും, സൈജു ചേട്ടൻ്റെ ഒരു ടീമുണ്ടാവും, തോമസ് ചേട്ടൻ്റെ ഒരു ടീമുണ്ടാവും. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിൽ ഇന്ന ഏരിയാസിൽ ചിലപ്പോൾ ഒന്ന് മാറ്റം വരുത്തി നോക്കാം, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് കഥ കിടന്ന് കറങ്ങുന്ന പോലെ ഉണ്ടെന്ന് പറയും. അപ്പോൾ ഒരുപാട് ഡ്രാഫ്റ്റുകൾ ഇത് പോയിട്ടുണ്ട്. എത്രയെന്നുള്ളത് നമ്മളങ്ങനെ എണ്ണം പിടിച്ച് വെച്ചിട്ടില്ല എന്നുള്ളൂ. കാരണം ഡിസ്കഷൻസ് ഒരുപാട് പേര്, ഞാൻ നമ്മുടെ റൈറ്റിംഗ് സുഹൃത്തുക്കളുണ്ടല്ലോ, റൈറ്റേഴ്സായിട്ടുള്ള. അപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് ജസ്റ്റിൻ ഉണ്ട്, പൊന്മാൻ്റെയും മിന്നമ്മയുടെ റൈറ്റർ, പിന്നെ കിരൺ ഉണ്ട്, പ്രൈമലൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഈ ഡിസ്കഷൻസ് ഒരുപാട് പോയിട്ട് പിന്നെ മിഥുൻ ചേട്ടൻ വലിയൊരു മെൻറ്ററായിട്ട് നമ്മുടെ ഒപ്പം സിനിമയ്ക്ക് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് റിവ്യൂ ഒക്കെ. അതെ, സിനിമ കണ്ടിട്ടുണ്ട്, സ്ക്രിപ്റ്റ് 2-3 തവണ പുള്ളി വായിച്ചിട്ടുള്ളതാണ്.
അപ്പോൾ ഈ പറയുന്ന 2-3 പിന്നെ ഒരു എക്സ്ട്രാ മൾട്ടിപ്പിൾ ജോണർ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്കകത്ത്. അപ്പോൾ അത് ടു കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട, ഇപ്പോൾ ഉള്ളത് തന്നെ പാക്ഡ് ആണ്. അപ്പോൾ ആ ഒരു ഇതും വിട്ടിട്ടും വേറെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ഓഫ് ചെയ്തു. കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ഓഡിയൻസിനെ മേ ബി ഇത് ഫ്രാഞ്ചൈസി ആക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിനക്കതൊരു വേറെ ജോണർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സജഷൻ തന്നതും, പിന്നെ ഇതിലോട്ടേക്കൊരു ക്യാരക്ടർ കൂടി എക്സ്ട്രാ വന്നാൽ അടിപൊളിയായിരിക്കും. ഇപ്പോൾ ജഗദീശൻ്റെ ക്യാരക്ടറായിരുന്നു അത്, വന്നാൽ അടിപൊളിയായിരിക്കും എന്നുള്ള സജഷൻ തന്നിട്ടുള്ളതും, പിന്നെ ഈ ടൈറ്റിൽ മോഹിനിയാട്ടം എന്നുള്ളത് ഫിക്സ് ചെയ്യാൻ പുള്ളിയായിരുന്നൊരു റീസൺ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഉണ്ട് ഒരു ടീം. ഇതിൽ എനിക്ക് സിനിമ കണ്ടുകൊണ്ട് ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഇവൻറ്റ്ഫുൾ ആയിട്ട് പോകുന്നു, ഈ മർഡർ നടക്കുന്നു, അതുകൊണ്ടുള്ള കയോസ് എല്ലാം പോയിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ ബേബി ജീൻ്റെ ക്യാരക്ടറിലോട്ട് ഈ പടം ഷിഫ്റ്റ് ആവുന്നുണ്ട്. കുറച്ച് നേരത്തേക്ക് ആ ക്യാരക്ടറിനെ ഒന്ന് ഫോളോ ചെയ്യുന്നുണ്ട് ഈ സിനിമ. അപ്പോൾ അത് ഈ പറയുന്നത് അത് എഴുതുമ്പോഴോ അല്ലെങ്കിൽ പിന്നീട് അത് ഷൂട്ട് ചെയ്യുന്ന സമയത്തോ ഏതെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു? മീൻസ് ഇത്രയും ഫാമിലിക്കിടയിൽ പടം നടന്നിട്ട് പെട്ടെന്ന് ഒരു ക്യാരക്ടറിലേക്ക് ഷിഫ്റ്റ് പോകുന്നു അല്ലെങ്കിൽ ഫോക്കസ് പോകുന്നൊരു ഒരു സാധനം ഉണ്ടല്ലോ. ഇല്ല, അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തൊട്ടിപ്പുറം ഒരു പോയിന്റ് കഴിഞ്ഞാൽ ബേബി ജെൻ ഇപ്പുറത്തോട്ടേക്ക് എത്തും. അതിനൊരു കൃത്യമായിട്ട് നമുക്ക് ജസ്റ്റിഫിക്കേഷൻ വേണം. അപ്പോൾ അതിനെങ്ങനെ പോയാലേ ഒക്കൂ എന്നുള്ളൊരു കാരണം അവിടെ ഉണ്ടായിരുന്നു. ഇതിനേക്കാൾ കൂടുതൽ സീനുകൾ ഉണ്ടായിരുന്നു, അത് നമ്മൾ കട്ട് ഓഫ് ചെയ്ത് കളഞ്ഞതായിരുന്നു. ഇപ്പോൾ ഇത് മതി, ഈ മീറ്റർ ആണെങ്കിൽ ഇത് ഓക്കെ ആണ് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ആ ഒരു ജസ്റ്റിഫിക്കേഷന് ആയിരുന്നു നമ്മൾ ബേബി ജീനെ ചുറ്റിപ്പറ്റി കുറച്ച് സീനുകൾ പോയിട്ടുണ്ടായിരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ സഡൻ ജമ്പ് പോലെ തോന്നും. ഇങ്ങോട്ട് വന്നത്. അതെ, അത് പടം തീർക്കാനായിട്ട് പെട്ടെന്ന് അങ്ങ് ഒപ്പിച്ചതുപോലെ തോന്നൽ വരരുതല്ലോ എന്നുള്ളതുകൊണ്ടാണ് ചില കാര്യങ്ങൾക്ക് ചില ടൈം നമുക്ക് വേണം. ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര ശിവകാർത്തികേയൻ ഫാനാണെന്ന്. അതെവിടെ കിട്ടും? അതൊക്കെ അറിഞ്ഞു, ഭയങ്കര കൊടൂര ശിവകാർത്തികേയൻ ഫാനാണ്. എനിക്കൊന്ന് ഏതോ സിനിമ കാണാൻ കോയമ്പത്തൂരോ അങ്ങോട്ടോ എവിടെ പോയി അങ്ങനെ പോയി കണ്ടിട്ടുള്ള ആളാണെന്ന് കേട്ടിട്ടുണ്ട്. ഭയങ്കര ഒരു ഡൈഹാർഡ് ഫാനാണ്. എന്താണ് ശിവകാർത്തികേയനോടുള്ളൊരു ഇഷ്ടം? അതെനിക്കറിയാം, കാരണം ഞാൻ കോയമ്പത്തൂരാണ് പഠിച്ചിട്ടുള്ളത്. അപ്പം ആ സമയത്ത് പുള്ളി സിനിമയിൽ എത്തിയിട്ടില്ല. എൻ്റെ ഒരു സാറുണ്ട്, പൊൻരത്നവേൽ എന്ന് പറഞ്ഞിട്ടുള്ള സാറുണ്ട്. അപ്പോൾ സാറ് എപ്പോഴും ഭയങ്കര കോമിക് ടൈമിംഗ് ഉള്ള ആളാണ് പുള്ളിയാണ് ശിവകാർത്തികൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആങ്കർ അവിടെ ഉണ്ട്. അന്നെന്തോ അങ്ങനത്തെ റൂമറൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ തട്ടത്തിമറയത്ത് ഇവിടെ ശിവകാർത്തികൻ എന്നുള്ള ആങ്കർ അഭിനയിക്കാൻ റീമേക്ക് ചെയ്യാൻ പോകുന്നത്. അത് സംഭവിച്ചിട്ടില്ല ആ സിനിമ. അപ്പോൾ ഞാൻ ഇതാണ് ഞങ്ങളെ നിംപൊളി ചെയ്ത കൂടെ ഇവനേതാണെന്നുള്ള രീതിയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് പുള്ളിയുടെ ഷോസും കാര്യങ്ങളും അതൊക്കെ അങ്ങനെ ഫോളോ ചെയ്യും. അപ്പോൾ നമ്മൾ പുള്ളിയുടെ ഒരു ആങ്കറിങ് സ്റ്റേജ് തൊട്ട് കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് പുള്ളിയുടെ ഒരു ഗ്രാഫ് നമ്മൾ കാണുന്നില്ല. ആ സമയത്ത് കേരളത്തിൽ ആരും ശിവകാർത്തികൻ എന്ന് പറഞ്ഞാൽ ആളിലോട്ട് എത്തിയിട്ടില്ല, കാണുന്നില്ല. പുള്ളി ഇപ്പോൾ റീസെൻ്റ്ലി ആണല്ലോ പുള്ളിക്കൊക്കെ ഇവിടെയും ഒരു വെൽക്കമിങ് കിട്ടി തുടങ്ങിയത്. അപ്പം അങ്ങനെ തുടക്കം തൊട്ടേ ഫോളോ ചെയ്ത് വന്നു എന്നുള്ളതുകൊണ്ടുള്ളൊരു ഇഷ്ടം. പുള്ളിയുടെ ഹ്യൂമർ ടൈമിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ എനിക്കിവിടെ ദിലീപേട്ടൻ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അതുപോലെ ഭയങ്കര ടൈമിംഗ് ഉള്ള ഒരാളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ശിവകാർത്തികേയനെ. അപ്പോൾ അതുകൊണ്ട് തുടക്കം തൊട്ടേ ഫോളോ ചെയ്ത് വന്നു എന്നുള്ളതുകൊണ്ടൊരു ഇഷ്ടം കൂടുതലാണ് പുള്ളിയോട് ഉള്ളത്. അയാളുടെ പടങ്ങളുടെ സക്സസ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ ഡോക്ടറായിരുന്നു ഞാൻ കോയമ്പത്തൂർ പോയി കണ്ട പടം. ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ നിലവിൽ വാഴ 2 ഭയങ്കര രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ മാത്രം വെച്ചിട്ട് ഒരു സിനിമ ചെയ്യുന്നു, അത് ക്രിട്ടിക്കലി മാത്രമല്ല കമേഴ്ഷ്യലി വലിയ വിജയം നേടുന്നൊരു സിറ്റുവേഷൻ. അപ്പം 150 കോടി അല്ലെങ്കിൽ നാളൊരു 200 കോടിയിലേക്ക് എത്താൻ സാധ്യതയുള്ളൊരു സ്റ്റേജിലേക്ക് പോകണം. അപ്പം കൃഷ്ണദാസനെ പോലെ ഒരു 2 ഫിലിം ഓൾ ഫിലിം മേക്കറിന് ഇപ്പം നാളെ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് ഒരു സ്റ്റാർ വാല്യൂ ഇല്ലാതെ ഇത്തരം കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ വച്ചും കണ്ടന്റ് വൈസും പുൾ ഓഫ് ചെയ്യാൻ പറ്റും, അതേസമയം കമേഴ്ഷ്യലിയും പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഇത്തരം ഒരു കോൺഫിഡൻസ്, അത് എഴുത്തിലും കോൺഫിഡൻസ് നൽകുന്നൊരു ഫാക്ടറാണ് ഇപ്പോൾ വാഴ പോലുള്ള സിനിമയുടെ വിജയമൊക്കെ. തീർച്ചയായും കാരണം എല്ലാവർക്കും ഇവിടെ എല്ലാവരും ഉണ്ട്, ജനങ്ങളുണ്ട് എന്നുള്ളൊരു സംഭവം കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര റിലീഫാണ്. കാരണം ഒറ്റയടിക്ക് ഒരു 4 ഹീറോസിന് കിട്ടി. നമുക്ക് എന്തും ചെയ്യാൻ പറ്റും, ഹ്യൂമറും നമുക്ക് പുതിയ ആർട്ടിസ്റ്റുകൾ വന്ന് ഹിറ്റ് അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ പുതിയ 3-4 നായകന്മാരെ കൂടി ആയി. ഓപ്ഷൻസ് നമ്മളൊരു കഥ എഴുതിയത് ഓപ്ഷൻസ് തപ്പുമ്പോഴാണ്. ഇപ്പോൾ 1-2 പേരെടുത്ത് പറഞ്ഞാൽ അവർക്ക് വർക്കായി, ഇനി അടുത്ത ആരെടുത്ത് പോകുന്ന വയ്ക്കുമ്പോൾ നമ്മൾ ദൈവമേ ആരും ഇല്ലേ ഇവിടെ എന്നുള്ള ആ പോയിന്റ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇവരൊക്കെ ഉണ്ട് നമുക്ക് ഹീറോസ് ആയിട്ട്. പക്ഷേ ചില ക്യാരക്ടേഴ്സ് ചിലർക്കാണല്ലോ സ്യൂട്ട് ആവുന്നുണ്ടാവും. അത് 2-3 പേര് കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കിയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഓപ്ഷൻസ് ഇവിടെ വളരെ കുറവാണല്ലോ എന്നുള്ളൊരു തോട്ട് നമുക്ക് ഭയങ്കരമായിട്ട് വരും. പിന്നെ നമ്മളിത് ക്യാരക്ടറിനെ മാറ്റേണ്ടി വരും, പ്രായം കൂട്ടാൻ അല്ലെങ്കിൽ പ്രായം കുറയ്ക്കാന്നുള്ള. പിന്നെ നമ്മളാണ് ഇവിടെ കിടന്ന് സർക്കസ് കളിക്കുന്നത്. ഒറ്റയടിക്കൊക്കെ ഒരു 3-4 പേര് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഓക്കെ ഇനി യങ്സ്റ്റേഴ്സ് പടം ആലോചിച്ചാൽ പോകാൻ ഒരു 4 ഓപ്ഷനും കൂടി ആയല്ലോ. അപ്പോൾ അതിനൊക്കെ ഓഡിയൻസ് ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം അതൊക്കെ. ഇപ്പം ഇനി ഭരതനാട്യം എന്താണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഫ്രാഞ്ചൈസിക്കുള്ള എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? 3ക്കുള്ള സാധ്യത ഉണ്ടോ? 3 ഇപ്പോൾ ഭരതനാട്യം കഴിഞ്ഞ സമയത്ത് മോഹിനിയാട്ടം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല, നമ്മൾ ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഭരതനാട്യം നമ്മൾ ക്ലോസ് ചെയ്ത് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറൊരു ലീഡൊന്നും വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല. മോഹിനിയാട്ടം നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്, വേറെ ലീഡൊന്നും നമ്മൾ വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല.
ശ്രീ ഇപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ആവശ്യം കൊണ്ട് ചെയ്തിട്ടുള്ളതാ. മോനേട്ടം ഹിറ്റ് അടിച്ച് വെക്കൂ, ഒരു ട്രൈ ചെയ്ത് നോക്കാം, ഓഡിയൻസിന് വേണോ വേണ്ടതോ പോലും നമ്മൾ അന്വേഷിക്കാൻ നിന്നിട്ടില്ല. ഇത് തേർഡിലോട്ടേക്ക് എന്നുള്ളൊരു ഡിമാൻഡൊക്കെ ഉണ്ട്. ഐ മീൻ ജനങ്ങളും വന്നാൽ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു, അല്ലെങ്കിൽ ഇതോടുകൂടി നിർത്തിക്കോ എന്ന് ജനങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഇതോടുകൂടി നിർത്തും. അതല്ല ഒരു വട്ടം കൂടി വന്നോ കാണാൻ റെഡിയാണെന്നുള്ളൊരു തോന്നൽ വന്നാൽ തീർച്ചയായും ചെയ്യാം. കാസ്റ്റ് എന്താണ് പറയുന്നത് സഹിച്ചേട്ടനൊക്കെ? സംസാരം ഉണ്ടായോ തേർഡ് പാർട്ട് നമുക്ക് ചെയ്യാമെന്നുള്ള? അല്ല, അത് ആക്ച്വലി ഇപ്പോൾ അതിൻ്റെ ജോണർ എന്താണെന്നുള്ളത് എനിക്കറിയാം. അത് എങ്ങനെ തുടങ്ങും, എവിടെ പോകും എന്നുള്ളത് അതെല്ലാം എനിക്കും വിഷ്ണുവിൻ്റെയും മനസ്സിലുള്ളതാണ്. പക്ഷെ അത് വേണോ വേണ്ടയോ എന്നുള്ളത് മേ ബി ഏതെങ്കിലും ഒരു പോയിന്റിൽ. അതെ, അത് പറഞ്ഞ നമ്മളിത് ഇപ്പം നമുക്ക് നല്ലൊരു ഹിറ്റ് കിട്ടി, ഇതോടുകൂടി നിർത്തിക്കോ എന്ന് ഓഡിയൻസ് പറഞ്ഞാൽ ഇതോടുകൂടി നിർത്തും. അതെല്ലാവരും കാണാൻ റെഡിയാണെന്നുള്ള തരത്തിലൊരു ഇത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യും. അപ്പം എന്താണ് അടുത്ത സിനിമകൾ, ഇനി വരും പ്രോജക്റ്റുകളൊക്കെ എന്താണ്? അടുത്തത് സംസാരങ്ങൾ നടക്കുന്നുണ്ട്. 2-3 ടീമായിട്ട് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, ഏതാണ് ആദ്യം എന്നുള്ളത് തീരുമാനമായിട്ടില്ല. ഈ ഡാർക്ക് ഹ്യൂമർ പോലെ വേറെ ഏതെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ളൊരു ജോണർ ഉണ്ടോ? എനിക്ക് ആക്ഷൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതാണ്. ഒരു ബിഗ് സ്കെയിൽ ആക്ഷൻ പടം. ബിഗ് സ്കെയിൽ ആക്ഷൻ പറഞ്ഞാൽ മറ്റേ ഈ സോ കോൾഡ് പാൻ ഇന്ത്യൻ പടം അല്ല, അതല്ലാത്ത ഒരു കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ആക്ഷൻ പടം ചെയ്യുക. അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ളതാണ്. ഇപ്പോൾ ഹ്യൂമറും ആക്ഷനുമാണ് താല്പര്യമുള്ള 2 ജോണറുകൾ. എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. ഈ ഡാർക്ക് ഹ്യൂമറിൽ തന്നെ ഒരുപാട് നല്ല സിനിമകൾ വരട്ടെ, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റട്ടെ. എന്തായാലും താങ്ക് യു.